Meet the editors. നയം മാറുന്നുവെന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ബ്രീഫിംഗ് നമ്മൾ കേൾക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ കയ്യിൽ രേഖകൾ കിട്ടിയിട്ടില്ല. ഒന്ന് സംഘടനാ റിപ്പോർട്ടും മറ്റൊന്ന് നയരേഖയുമാണ്. ഈ രണ്ടും നമ്മുടെ കയ്യിൽ നേരിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് പാർട്ടി സമ്മേളനത്തിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരങ്ങളേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2018 എറണാകുളത്തെ സമ്മേളനത്തിൽ പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, പാർട്ടി കാഴ്ചപ്പാടുകൾ എന്ന നയരേഖയുടെ തുടർച്ചയായിരിക്കാം ഇത്തവണത്തേതെന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 3 പതിറ്റാണ്ട് മുൻപ് അവതരിപ്പിക്കേണ്ടിയിരുന്നൊരു രേഖയാണോ എന്നുള്ളൊരു ചോദ്യമാണ് നേരത്തെ നമ്മൾ ചോദിച്ചത്. നയം മാറുകയാണോ? 2 സുപ്രധാന നയമാറ്റം ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് രാഷ്ട്രീയ നയമാണ്, 2 സാമ്പത്തിക നയമാണ്. അതിലാദ്യം നമുക്ക് രാഷ്ട്രീയ നയം പരിശോധിക്കാം. ഈ രാഷ്ട്രീയ നയം മാറുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവായിരുന്നു ഇന്നലെ പിണറായി വിജയൻ ദേശാഭിമാനിൽ എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. രാഷ്ട്രീയ നയം മാറുമ്പോഴേ അത് ജനങ്ങളെ അറിയിക്കണം. അത് ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ രേഖ മാത്രമായി നിന്നാൽ പോരാ. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മോസ്റ്റ് സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള, രാജ്യത്തെ ഏക CPM മുഖ്യമന്ത്രിയായിട്ടുള്ള CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ അവരുടെ മുഖപത്രത്തിലൂടെ ആ രാഷ്ട്രീയ നയം വ്യക്തമാക്കുന്നത്. എന്താണ് ആ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത്? ഇന്നലെയും ഇന്നുമായി അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് രാജ്യത്തെ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം CPIM ആണ് എന്നാണ്. എന്നു മാത്രവുമല്ല, അദ്ദേഹം നിർത്തുന്നത് ആരെയാണ്? കോൺഗ്രസിനെയാണ്. അപ്പോൾ ആ കോൺഗ്രസ് എന്ന് പറയുന്നത് BJPയുടെ ഒരു B ടീമാണ്, അഥവാ കോൺഗ്രസ് ആണ് പലയിടത്തും BJPക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് BJPയെ ചെറുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ മതന്യൂനപക്ഷങ്ങൾ കാണേണ്ട പ്രസ്ഥാനം CPM ആണ് എന്ന് വളരെ വ്യക്തമായി ഇന്നലെ തന്നെയും അതുപോലെ ഇന്നും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന തുടർലേഖനത്തിൻ്റെ ഭാഗമായി ഒരു നയവ്യക്തത അദ്ദേഹം വരുത്തിയിട്ടുണ്ട്, CPM വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ 44% എന്ന് പറയുന്നത് ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ആ 44% വോട്ടെന്ന് പറയുന്നത് തുടർഭരണം ലക്ഷ്യം വെക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വോട്ട് ബാങ്ക് അല്ല. ഇന്നിപ്പോൾ നമുക്ക് പുറത്തേക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? വളരെ ശക്തമായ 2 വിമർശനങ്ങൾ ഇന്ന് പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ജമായത്തിനെതിരായിട്ടുള്ള വിമർശനമാണ്, രണ്ടാമത്തെ വിമർശനം കാസയ്ക്കെതിരായിട്ടുള്ള വിമർശനമാണ്. ഇത് രണ്ടും വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ വലിയ രീതിയിൽ മുസ്ലിം പ്രീണനം നടത്തിയിരുന്ന ഒരു പാർട്ടിയല്ലേ CPM. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോഴൊക്കെ വളരെ മുന്നിട്ടിറങ്ങി എത്ര സമ്മേളനങ്ങൾ അവർ സംഘടിപ്പിച്ചു. പലസ്തീൻ വിഷയത്തിൽ സംഘടിപ്പിച്ചു, ഏക സിവിൽ കോഡിൽ സംഘടിപ്പിച്ചു. അങ്ങനെ മുസ്ലിം പ്രീണനം നടത്തുന്നൊരു പാർട്ടിയായി CPM മാറി എന്നത് CPMന് പിന്നീട് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയില്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് ചോരുന്നതല്ലേ കണ്ടത്? അത് റിയലൈസ് ചെയ്ത പാർട്ടി പിന്നീട് എന്താ ചെയ്തത്? മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗിനെതിരായിട്ട് നിലപാടെടുക്കുന്നതാണ് കണ്ടത്. എങ്ങനെയാണ് മുസ്ലിം ലീഗിനെ വിമർശിച്ചത്? CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പറഞ്ഞത് എന്താണ്? ജമാഅത്തെയും അതേപോലെ തന്നെ SDPയെയും പിടിമുറുക്കുന്നൊരു പാർട്ടിയായിട്ട് ലീഗ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ലീഗിൻ്റെ നയപരിപാടികളെ തീരുമാനിക്കുന്നത് ജമാഅത്തുകളാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ജമാഅത്തിനെതിരായിട്ടൊരു നിലപാട് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ എടുക്കുന്നത്, അഥവാ CPMൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് പിണറായി വിജയൻ എടുക്കുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജമാഅത്ത് ആരോടൊപ്പം നിൽക്കുന്നത് ഇപ്പം, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDPI ആരെയാണ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്? കോൺഗ്രസിനെയാണ്, UDFനെയാണ്. ഇപ്പോൾ പാലക്കാട് ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു ക്ലെയിം തങ്ങൾ കൂടിയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് SDPI പരസ്യമായി പ്രകടനം നടത്തിയല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ജമായത്തും SDPയും ലീഗിനെ പിടിമുറുക്കിയാൽ എന്താ സംഭവിക്കുക? ആ മുസ്ലിം സമുദായത്തിൽ പിടിമുറുക്കമുണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ CPMലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരുന്ന മതനിരപേക്ഷ വോട്ടുകളുണ്ടല്ലോ, ആ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ, ആ വോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടും. ആ പണിയാണ് ജമായത്തും SDPയും എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പിടിയിലാണ് ലീഗ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന, ലീഗിനോട് അനുഭാവമുള്ള, ലീഗ് പറയുന്ന രാഷ്ട്രീയം കേൾക്കുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു വോട്ട് പോലും ഇങ്ങോട്ട് വരില്ല എന്നുള്ളതാണല്ലോ സ്ഥിതി. 2024 തെരഞ്ഞെടുപ്പ് അത് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗം CPMന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ജമാഅത്തിനെതിരായിട്ടും SDPക്കെതിരായിട്ടും ഒരു രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് അവരെ തുറന്നു കാട്ടിക്കൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നതും BJP എതിർക്കുന്നതുമായ പാർട്ടി തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ന്യൂനപക്ഷ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ളൊരു ശക്തമായ ശ്രമത്തിലേക്ക് വീണ്ടും CPM എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2024 ശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്ക് ഭിന്നമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു വാദമുഖം CPM മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, ഇതിപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ആലോചിക്കണം കോൺഗ്രസുമായി ചേർന്ന് നിൽക്കണം എന്നുള്ളത്. മുസ്ലിം ലീഗിനെ അടിയന്തരമായി UDFൽ നിന്ന് നടത്തിക്കൊണ്ട് ഇപ്പുറത്ത് വരാൻ വേണ്ടിയിട്ടല്ല CPM അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. മുസ്ലിം ലീഗ് UDFൽ തന്നെ നിൽക്കും അടുത്ത തെരഞ്ഞെടുപ്പിലുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രസ്ഥാനങ്ങൾക്ക് സംസ്ഥാനത്ത് വലിയ വേരോട്ടം ഉണ്ടാക്കുകയും
കൂടുകയും അവരുടെ വോട്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തണം എന്നുള്ള ആശയത്തെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം വീണ്ടും CPM ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് കാസയ്ക്കെതിരായിട്ടുള്ള വിമർശനമാണ്. കാസ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാസ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോവുക. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ അവർ ഇറക്കാൻ പോവുകയാണ്. അതാണ് ഒരു പുതിയ രാഷ്ട്രീയ സംഭവവികാസം കേരളത്തിലെ. എന്ന് മാത്രമല്ല, കാസ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താ, ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലത്തെല്ലാം ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേട്ടോ, ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തും. ഇനി ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ BJPയെ പിന്തുണയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാലോ, കാസ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സംഘടനയാണ്. ആ സംഘടന രൂപപ്പെട്ടൊരു സാഹചര്യമുണ്ട്. എന്താണ് ആ സാഹചര്യം? 2007 സദാം ഹുസൈനെ തൂക്കിക്കൊന്നു. സദാം ഹുസൈനെ തൂക്കിക്കൊന്നതിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ 31 കേരളത്തിൽ ഒരു ഹർത്താൽ നടന്നു. ആ ഹർത്താലിനെ UDFും LDFും ഒരുപോലെ പിന്തുണച്ചു. അന്ന് കൊച്ചിയിൽ ഒരു പ്രശ്നമുണ്ടായി. മട്ടാഞ്ചേരിയിൽ നമുക്കറിയാലോ, കാർണിവൽ, കൊച്ചി കാർണിവൽ നടത്താൻ കഴിയില്ല ഈ ഹർത്താലിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞ ചില മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നു. അവർ ഈ കൊച്ചി കാർണിവൽ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ പള്ളികളും സഭകളും ഒക്കെ ചേർന്നിട്ടാണ്. ആ കാർണിവൽ തടസ്സപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കാസ എന്ന് പറയുന്നൊരു സംഘടന രൂപം കൊള്ളുന്നത്. കഴിഞ്ഞ 10-17 വർഷമായിട്ട് കാസ ഇവിടെ ഉണ്ട്. നമുക്കറിയാലോ, 2023 കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ അവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായില്ലേ? ആ ബോംബ് സ്ഫോടനത്തിൻ്റെ പ്രതി ഡൊമിനിക് മാർട്ടിൻ അല്ലേ? ഡൊമിനിക് മാർട്ടിൻ എന്താ പറഞ്ഞത്? ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞത് ഇവർ ശരിയല്ല എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? ഇവർ ദേശീയതയെ അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ദേശീയതയെ അംഗീകരിക്കാത്ത, രാജ്യത്തെ അംഗീകരിക്കാത്ത വിശ്വാസികളുടെ ഈ കൂട്ടായ്മ രാജ്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് അവിടെ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത്. ഈ ആശയമാണ് കാസ മുന്നോട്ട് വയ്ക്കുന്നത്. കാസ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തെ BJPയിലേക്ക് എത്തുന്ന ആശയമാണ്, എത്തിക്കുന്ന ആശയമാണ്. ഇപ്പോൾ തന്നെ ഈ സംസ്ഥാനത്ത് ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് നല്ല രീതിയിൽ ഇൻട്രോഡ് ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വിവിധ പരിപാടികൾ ആ സമുദായവുമായി കേന്ദ്രീകരിച്ച് തന്നെയാണ് അല്ലേ? നമുക്കിപ്പോൾ ഈസ്റ്ററിൻ്റെ ദിവസം വീടുകൾ സന്ദർശിക്കുന്നു, ക്രിസ്തുമസിൻ്റെ ദിവസം വീടുകൾ സന്ദർശിക്കുന്നു. അതുമാത്രവുമല്ലല്ലോ, ഈ പറയുന്ന തൃശ്ശൂരിലെ വലിയ വിജയമുണ്ടാക്കുന്നതിനകത്ത് ആ ശ്രമം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ കാസയുടെ ഈ പ്രഖ്യാപനത്തെയും കണ്ടത്. അത് വളരെ ഗൗരവമായിട്ട് CPM കാണുന്നു. അപ്പോൾ ജമാഅത്തിനെ ഒരു വശത്ത് പിടിക്കുന്നു, മറുവശത്ത് കാസിയെ പിടിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് വിഭാഗങ്ങളും ക്രിസ്തീയ ന്യൂനപക്ഷത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും ഒന്നുകിൽ BJPയോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടോ അടുപ്പിച്ച് നിർത്തുമ്പോൾ യഥാർത്ഥ മതേതര ചേരിക്ക് എതിരായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നൊരു രാഷ്ട്രീയ നയമാണ് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് നിശ്ചയമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ആ വിഭാഗത്തിൻ്റെ വോട്ടില്ലാതെ ഒരു തുടർഭരണം സാധ്യമല്ല. ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തുടർഭരണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണല്ലോ ഉത്തരവാദിത്തം പാർട്ടിയുടെ. കാരണം ഇനിയിപ്പോൾ ഈ 26-ാം തീയതി 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഏക സമ്മേളനമാണല്ലോ. അതിനുശേഷം പിന്നെ സംസ്ഥാന സമ്മേളനമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ലക്ഷ്യം ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ എന്ന് പറയുന്നത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം ഊഴം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നയം വളരെ വ്യക്തമായി പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊരു പബ്ലിക് ഡിസ്കോഴ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ മാറ്റം എന്ന് ഞാൻ പറയുന്നത് ഈ നയത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിനകത്ത് സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാണിയിട്ടുണ്ട് അല്ലേ? സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ പറയുന്ന EP ജയരാജൻ കാണിച്ച പ്രശ്നം, അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യും. കാരണം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സമയത്താണല്ലോ അദ്ദേഹം ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവാദം പുറത്തു വരുന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവന പുറത്തു വരുന്നതും അതൊക്കെ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞ് നടക്കുന്ന സമ്മേളനത്തിൽ അത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സജി ചെറിയാൻ്റെ വാക്കുകൾ, സജി ചെറിയാൻ്റെ ചില പ്രസ്താവനകൾ, അതൊക്കെ വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. സംഘടനാ ദൗർബല്യം എന്ന് പറഞ്ഞിട്ട് പാർട്ടി വിലയിരുത്തുന്നത് അതൊന്നുമല്ല. മറിച്ച് സംഘടനാ ദൗർബല്യം എന്താണെന്നറിയാവോ? BJPയിലേക്ക് CPMൻ്റെ വോട്ട് പോയി എന്നുള്ളതാണ്. BJPയിലേക്ക് CPMൻ്റെ വോട്ട് പോയെന്നേ. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മുഴുവൻ സമയവും CPMൻ്റെ ജില്ലാ സമ്മേളനത്തിന് മുഴുവൻ സമയവും പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് പിണറായി വിജയനാണ്, MV ഗോവിന്ദൻ ആയിരുന്നില്ല. പിണറായി വിജയൻ മുഴുനീളം അറ്റൻഡ് ചെയ്ത 6 ജില്ലാ സമ്മേളനങ്ങളിൽ ഒന്ന് ആലപ്പുഴയായിരുന്നു. എന്തുകൊണ്ട് ആലപ്പുഴ? ആലപ്പുഴയിലാണ് ഏറ്റവും വലിയ വോട്ട് ചോർച്ച BJPയിലേക്ക് CPMൽ നിന്നുണ്ടായത്. അഥവാ ഈഴ വോട്ടുകൾ വലിയ രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത്. അത് സംഘടനാ ദൗർബല്യമല്ലേ? പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആ സമ്മേളനം അവസാനിക്കുന്നത്. പിണറായി വിജയൻ നേരിട്ട് വന്നിട്ടാണ് ആ കാര്യം പറയുന്നത്. സംഘടനാ ദൗർബല്യം നമുക്ക് വളരെ ശക്തമാണെന്നും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശനം അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഇവിടുന്ന് ചോർന്നു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാം എന്നാണ് പിണറായി വിജയൻ അവിടെ നിർദ്ദേശിച്ചത്. അപ്പോൾ സംഘടനാ ദൗർബല്യം എന്ന് പാർട്ടി പറയുന്നത് അത് തൃശ്ശൂരാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ആറ്റിങ്ങലിലാണെങ്കിലും ഒക്കെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചയാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ രണ്ട് രീതിയിലാണ് ഒരു രാഷ്ട്രീയ നയം ഫോം ചെയ്തു വരുന്നത്. ഒന്ന്, ഈ പരമ്പരാഗത വോട്ടുകളെ ഇൻടാക്റ്റ് ആയിട്ട് നിർത്താനുള്ള ശ്രമങ്ങൾ സംഘടനാ തലത്തിൽ നടത്തുക എന്നുള്ളതാണ്. അതിന് സംഘടനയ്ക്ക് എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ, ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ
ആളുകളുമായി കണക്ട് ചെയ്യുന്നതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ പറയുന്ന വിട്ടുപോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള പ്രവൃത്തി ആവിഷ്കരിക്കുക. മറ്റൊന്ന് മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിൽക്കുക. ഈ രീതിയിൽ വലിയൊരു രാഷ്ട്രീയ നയപ്രഖ്യാപനം ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ സാമ്പത്തിക നയത്തിൽ വരുന്ന മാറ്റമാണ്. സാമ്പത്തിക നയത്തിൽ വരുന്ന മാറ്റം എന്ന് ഞാൻ പറയുന്നത് അതും 2026 ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. നോക്കൂ, ഇപ്പോൾ ഈ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2021 സാഹചര്യമല്ല. 2021 സവിശേഷ സാഹചര്യം ഉണ്ടായല്ലോ, അത് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ. എന്താണ് കോവിഡിന് ശേഷം വന്നിട്ടുള്ള സാഹചര്യത്തിൽ ആ കോവിഡിൻ്റെ കാലത്ത് സംസ്ഥാന സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ സർക്കാരിനെ ജനകീയമാക്കി, വലിയ രീതിയിൽ പിണറായി വിജയനെ ജനകീയമാക്കി. അതിനോട് ഒരു എതിർശബ്ദം പോലും പുറപ്പെടുവിക്കാൻ കഴിയാതെ നിശബ്ദമായിട്ട് പ്രതിപക്ഷം ഇരിക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2026 ഇല്ല. മറിച്ച് 2026 CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരോ അവതരിപ്പിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണെന്നറിയാവോ? വികസനത്തിന് വേണ്ടി നിൽക്കുന്ന സർക്കാർ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നറേറ്റീവിൻ്റെ ആരംഭമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ നാളുകളിലായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം സ്റ്റാർട്ടപ്പുകളുടെ ഒരു സ്വർഗ്ഗമായി മാറിയിരിക്കുന്നു. അഥവാ അത്തരത്തിലുള്ള സംരംഭങ്ങൾ ധാരാളമായി വരുന്നു, തൊഴിലുകൾ ധാരാളമായി ഉണ്ടാകുന്നു, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു നറേറ്റീവ് വലിയ രീതിയിൽ CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ നറേറ്റീവ് വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ നിരന്തരം കോൺഗ്രസിന് അതിനെ എതിർക്കേണ്ടി വരുന്നത്. ഏതായാലും അതിനുശേഷം വലിയ ഒരു നിക്ഷേപ സമ്മേളനം നടത്തിയില്ലേ? ആ നിക്ഷേപ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്താ? അതും വലിയൊരു സാമ്പത്തിക വികസനത്തിലേക്ക് ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ DYFIയുടെ കഴിഞ്ഞ മാർച്ച് 1-2 തീയതികൾ തിരുവനന്തപുരത്ത് നടന്ന മദാസോ എന്ന് പറയുന്ന ഒരു വലിയ ഫെസ്റ്റിവലില്ലേ, അതെന്തായിരുന്നു ആ ഫെസ്റ്റിവൽ? സ്റ്റാർട്ടപ്പുകളുടെ ഫെസ്റ്റിവലായിരുന്നു. ഈ രീതിയിൽ സംസ്ഥാനത്തെ ഒരു വ്യവസായ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നൊരു മാതൃക ഞങ്ങൾ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതൃക മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും CPM 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. കാരണം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളും മതനിരപേക്ഷവാദികളുടെ വോട്ടുകളും സമാഹരിക്കുകയും പരമ്പരാഗത വോട്ട് നിലനിർത്തുകയും ചെയ്താൽ പിന്നെ വികസനത്തിൻ്റെ ഒരു വലിയ മാതൃക വെച്ചാൽ നിശ്ചയമായും ഇടത്തരം മധ്യവർത്തി വിഭാഗങ്ങളെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള മനോഹരമായൊരു ടാക്ടിക്കൽ പ്ലാനിംഗ് ആണ് CPM ഈ സമ്മേളനത്തിൽ നടത്തുന്നത്. അക്കാര്യത്തിലൊരു തർക്കവും വേണ്ട. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. നോക്കൂ, ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുമെന്നേ. അതിനൊരു സാഹചര്യം ഒരുങ്ങണമെങ്കിൽ നിശ്ചയമായും ചില നയമാറ്റം വേണം. ഇപ്പോൾ എന്താ ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ആഗോള നിക്ഷേപത്തെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. സ്വാഭാവികമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന യുവജനങ്ങൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം അല്ലേ, മൈഗ്രേഷൻ ഓഫ് യൂത്ത് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. കാരണം തൊഴിൽ തേടി അവർ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അവരെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ആഗോള നിക്ഷേപം ഇവിടെ വരികയും അതിനുള്ള അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ 2 കാര്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഈ കാര്യത്തിൽ സംഭവിക്കും. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന സ്കാൻഡിനേവിയൻ മാതൃകയിൽ പിന്തുടർന്നുകൊണ്ട് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ അതൊരു ക്ഷേമ പ്രവർത്തനമാണ്. വ്യവസായ സാമ്പത്തിക വികസനം മാത്രമല്ല നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്, നമ്മൾ ക്ഷേമ പ്രവർത്തനത്തെയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, വയോജന വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പ്രത്യേക പദ്ധതികൾ, ഈ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരേ സമയം വ്യവസായ വികസനം അതേപോലെ തന്നെ ക്ഷേമ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുക. ഈ പറയുന്ന 1957 അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭയില്ലേ, EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം EMS നടത്തിയ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഒന്നെന്തായിരുന്നു അറിയോ? ബിർളയെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ചെയ്തത്. ബിർള വരട്ടെ, ഇവിടെ നിക്ഷേപം നടത്തട്ടെ എന്നാണ്. അതാണ് ഈ പറയാൻ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് EMS ലൈനാണെന്ന് ചെയ്ത്. കാരണം വെച്ചാൽ നമുക്കിവിടെ നിക്ഷേപങ്ങൾ വന്നിട്ട് ഇപ്പോൾ തനത് വരുമാനം എങ്ങനെയാണ് ഇനി വർദ്ധിപ്പിക്കാൻ പോകുന്നത്? GST വന്നതോടുകൂടി ഏതാണ്ട് സാമ്പത്തിക വ്യവസ്ഥയെ നമുക്കിപ്പോൾ ഒരു ധാരണയായി. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയായി. ഇനിയിപ്പം നമുക്ക് ഈ ആഗോള നിക്ഷേപം എന്ന് പറയുന്നതിനെ ഒന്നും എതിർക്കാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിട്ട് വരേണ്ട ഒരു സന്ദർഭമായി. ഇപ്പോൾ 1957 കാര്യം ഞാൻ പറഞ്ഞു, ബിർളയെ കൊണ്ടിരുന്നു. 96 സർക്കാരല്ലേ ലാവിൻ കൊണ്ടുവന്നത്. കനേഡിയൻ കമ്പനിയായിട്ടുള്ള ലാവിനുമായി കരാറുണ്ടാക്കിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരാണെന്നേ. അതിനകത്താണല്ലോ പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് വരുന്നത്. കനേഡിയൻ കമ്പനിയായിട്ടുള്ള ലാവിനുമായി കരാർ ഒപ്പിട്ടത് എന്തിനാണ്? വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. 96 അത് ചെയ്തിട്ടുണ്ട്. 2006 ADB വായ്പ എടുത്തില്ലേ നമ്മൾ? ADB വായ്പയ്ക്കെതിരായിരുന്നില്ലേ പാർട്ടി? അന്ന് VS എതിരാണല്ലോ. VS ആണ് 2006 മുഖ്യമന്ത്രി കേരളത്തിൻ്റെ. VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 2006 ADB വായ്പയ്ക്കെതിരെ മുഖ്യമന്ത്രി തന്നെ നിലപാടെടുക്കുമ്പോൾ പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറി ഇരുന്നുകൊണ്ടാണ് ആ ADB വായ്പ 992 കോടി രൂപയുടെ ADB വായ്പ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു തുടർച്ചയുണ്ട്. ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ ആ സാഹചര്യം ഒരു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സാഹചര്യത്തെ സാമ്പത്തികമായിട്ടുള്ള ഒരു സമ്മർദ്ദ സാഹചര്യത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര വിഹിതത്തിൽ വന്നിട്ടുള്ള കുറവ്, നമുക്ക് തനത് വരുമാനം ഉയർത്താൻ കഴിയുന്നതിൻ്റെ ഒരു പരിധി, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സ്വകാര്യ ആഗോള നിക്ഷേപത്തെ കൊണ്ടുവരേണ്ടി വരും. അതിനായിട്ടുള്ള ഒരു നയമാറ്റം. ആ നയമാറ്റം എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ പാർട്ടി ചില കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നയങ്ങളുടെ തുടർച്ചയാണ് എന്ന് തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും
കഴിയും വിധത്തിലായിരിക്കും അത് അവതരിപ്പിക്കുക. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ നയത്തിലെ മാറ്റമുണ്ടാകുന്നു, ഈ സാമ്പത്തിക നയത്തിലെ മാറ്റമുണ്ടാകുന്നു. ഈ രണ്ട് നയം മാറ്റങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു ഫ്രെയിം വർക്കിലായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് CPM പോവുക. അതിനുള്ള എന്താ പറയുക, അതിനുള്ള ഒരു കൊടിയുയർത്തലാണ് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം എന്നാണ് എൻ്റെ വിലയിരുത്തൽ. നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രാഷ്ട്രീയ നയരേഖ പിണറായി വിജയൻ അവതരിപ്പിച്ചു. ഇന്നിപ്പോൾ കൊല്ലം സമ്മേളനം തുടരുകയാണ്. അപ്പോൾ ഇതൊരു നയം മാറ്റത്തിൻ്റെ സൂചനയായിട്ട് കണക്കാക്കുന്നുണ്ടോ? നമുക്ക് പൂർണ്ണമായിട്ടും രേഖ കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒന്നാം ദിവസം സമ്മേളനത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിൽ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മൂന്നാം ഭരണം എന്നുള്ളത് മാത്രമാണ്. അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ, എന്തൊക്കെ അച്ചടക്കങ്ങൾ, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ, എന്തൊക്കെ പാർട്ടി നയങ്ങൾ, ഇതെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സമ്മേളനമായി ഈ കൊല്ലം സമ്മേളനം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ പി ജയരാജനെയും ഈ പറഞ്ഞ സജി ചെറിയാനെയും ഒഴിച്ച് വേറെ ഒരാൾക്ക് പോലും വിമർശനമില്ല. പോലീസിൻ്റെ സംവിധാനങ്ങളിലൊരു വിമർശനമില്ല. ഈ പറയുന്ന കഴിഞ്ഞ 5 വർഷങ്ങളായി ഭരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനകത്ത് വിമർശനമില്ല. ആകെ വിമർശിക്കുന്നത് എന്താണ്? 2 കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഒന്ന് എന്ന് പറയുന്നത് BJPയുടെ കടന്നുകയറ്റം എന്നുള്ളത്, CPMൻ്റെ വോട്ട് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് മാത്രപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും ചർച്ചയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത് ഒരു പരിധി മെച്ചപ്പെട്ട ഭരണമാണ് എന്നുള്ളത് ഈ പാർട്ടി സമ്മേളനം അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനേക്കാളും കൂടുതൽ മുന്നോട്ട് എങ്ങനെ പാർട്ടിയെ നയിക്കാം എന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയ്ക്കും പിണറായി വിജയൻ ഒരു നയരേഖ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നവകേരളമാണ്. ഇതുവരെ ഏതൊക്കെ കാര്യത്തിലാണോ പാർട്ടി കടുംപിടുത്തം പിടിച്ചത്, ഏതൊക്കെ കാര്യത്തിലാണോ പാർട്ടി നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്, ആ നിലപാടുകളിൽ നിന്ന് എല്ലാം പിന്നോട്ട് പോവുകയാണ് ഈ പാർട്ടി ഈ സമ്മേളനത്തോട് നടക്കുന്നത്. എന്താണ് നമ്മൾ ഈ പറയുന്ന വിദേശ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി പിന്നോട്ട് പോയി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുത്തക കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി പാർട്ടി മുന്നോട്ട് പോയല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഒരു നവകേരള നയരേഖ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ നയരേഖയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ആ നയരേഖയിൽ കോൺഗ്രസിനെ എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടുത്ത് നിന്ന് ഭരണം കോൺഗ്രസിൻ്റെ അടുത്ത് പോകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം എന്നുള്ളത് അവർ കണക്ക് കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് എന്താണ് എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിരിക്കുന്നത്? കലോട്ടെന്ന് പറഞ്ഞാൽ വികസന കേരളമാണ് എന്നും കോൺഗ്രസ് മുന്നോട്ട് പോകും. കോൺഗ്രസ് വന്നാൽ മാത്രമേ കേരളത്തിൽ വികസനം ഉണ്ടാവുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് കോൺഗ്രസ് എന്നും മുന്നോട്ട് പോകുന്നത്. അതിനുകൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ് എന്തൊക്കെ മുന്നോട്ട് വെച്ചിരുന്നോ അതിനെല്ലാം കടത്തിവെട്ടുന്ന രീതിയിൽ, അതിനേക്കാളും വലിയ രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി CPM മുന്നോട്ട് വരികയാണ്. അതിനുള്ള ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഈ പറയുന്ന നയരേഖയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നയരേഖയായിരിക്കും ഈ പ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. ജനങ്ങളും അതായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അതിൽ എല്ലാ കാര്യങ്ങളും വരും. അതിനകത്ത് കേരളയിൽ ചിലപ്പോൾ ഉണ്ടാവും, ഈ പറയുന്ന വികസന കാര്യങ്ങളുണ്ടാവും, റോഡിനെ കുറിച്ചുണ്ടാവും, ഈ പറയുന്ന ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ പോലെ ആതുരാലയങ്ങളെ കുറിച്ചിട്ടുണ്ടാവും, അവരെങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതുണ്ടാവും. ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ ടൂറിസവുമായി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന വലിയ രീതിയിലുള്ള കേരള ഡെവലപ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു നയരേഖയായിരിക്കും മുന്നോട്ട് വെക്കുക. അതായിരിക്കും ഈ സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാന സമ്മേളനം ഉദ്ദേശിക്കുന്നത് എങ്ങനെ അടുത്ത പ്രാവശ്യം 3ാം തവണ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാം എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അതിനേക്കാളും ഒരു കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്താണ് ഈ പറയുന്ന ദുശീലങ്ങൾ, പാർട്ടിയിൽ ദുശീലങ്ങൾ വളരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ മോശം പ്രവണത വളരുന്നു എന്നുള്ളതൊക്കെ, അതൊക്കെ എന്താണ് മേൽത്തട്ടിൽ തുടങ്ങി താഴെത്തട്ടിലേക്കും താഴെത്തട്ടിൽ തുടങ്ങി മേൽത്തട്ടിലേക്കും ഉണ്ടാകുന്ന എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കണം, എല്ലാ ദുർപ്രവണതകളും ഒഴിവാക്കണം എന്നുള്ളത് എല്ലാ സമ്മേളനങ്ങളും പറയുന്നതാണ്. ഈ സമ്മേളനത്തിൽ മാത്രം പറയുന്ന കാര്യങ്ങളല്ല. പാർട്ടിയിലെ അണികൾ പിന്നെന്താണ് അത് ഗോവിന്ദ മാഷ് തുടങ്ങി വെച്ചിരിക്കുന്നു. ഗോവിന്ദ മാഷ് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടങ്ങി വെച്ചിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറമായി ഒന്നുമില്ല. പിന്നെ ഈ കാര്യത്തിൽ എന്താണ് വിഭാഗീയത എന്ന് പറയുന്നൊരു സംവിധാനം ഈ പാർട്ടി ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സമ്മേളനങ്ങളായി കാണുന്നത് എന്താ, ഒരു സമ്മേളനം വിഭാഗീയത എന്ന് പറയുന്ന ഒരു സമ്മേളനത്തിനില്ല. അച്യുതാനന്ദന് ശേഷം വിഭാഗീയത പാർട്ടിയിലില്ല, ശേഷം തീരെയില്ല. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒറ്റ നേതാവിലേക്ക് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ ചുരുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു പുതുതലമുറയെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അത് ഈ പറയുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച
ചെയ്യുമോ എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. കാരണം അതാണ്, അത് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമാണ് ചർച്ചയിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ്, പിണറായി വിജയൻ്റെ മൂന്നാം വരവും അതുപോലെ തന്നെ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ മൂന്നാം ഭരണവുമാണ്, മൂന്നാം ടേമും കൂടിയായിരിക്കും ചർച്ച ചെയ്യാൻ പോകുക. അതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഈ പാർട്ടി നടത്തും. അതിന് മുന്നൊരുക്കങ്ങൾക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ പാർട്ടി പുറത്തേക്ക് വിടും. അതിനനുസരിച്ചുള്ള എല്ലാ വാർത്തകളും ഈ പാർട്ടി പുറത്തേക്ക് വിടും. അതോടുകൂടി അടുത്ത ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് സമ്പൂർണ്ണ സജ്ജമായ ഒരു പാർട്ടിയെ കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന പാർട്ടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതോടുകൂടി കേരളത്തിലെ എല്ലാ സംവിധാനം, ഇപ്പം ഇന്ന് വൈകുന്നേരവും നാളെയൊക്കെ ഗ്രൂപ്പ് ചർച്ചകളാണ് നടക്കുന്നത്. ഗ്രൂപ്പ് ചർച്ച എന്ന് പറഞ്ഞാൽ അതാത് ജില്ലകളിലെ നേതാക്കന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യാണ്. എങ്ങനെ പാർട്ടി പഞ്ചായത്ത് ഇലക്ഷനെ നേരിടാം, എങ്ങനെ പാർട്ടി നിയമസഭാ ഇലക്ഷനെ നേരിടാം, ഏതൊക്കെ നയങ്ങളിൽ മാറ്റം വരുത്തണം, ലോക്കലായിട്ട് ഏതൊക്കെ നയങ്ങളിൽ മാറ്റം വരുത്തണം, ഏതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം, ഇതെല്ലാം എങ്ങനെയാണ് ലോക്കൽ ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുകയാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റേ ഗ്രൂപ്പ് അല്ലല്ലോ. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതാത് ജില്ലകളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മഹാസമ്മേളനം വരുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇങ്ങനെയുള്ള ചർച്ചകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മഹാസജ്ജമായ ഒരു ഇടതുപക്ഷത്തെ കേരളത്തിന് കാണാം. ഇടതുപക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരുന്നു പാർട്ടി സമ്മേളനം. ഇപ്രാവശ്യം എങ്ങനെയാണ്, പാർട്ടി സമ്മേളനം കഴിഞ്ഞ ഉടനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വരികയാണ്. അതോടുകൂടി എന്ത് സംഭവിക്കും? അതോടുകൂടി സർവ്വസജ്ജമായ പാർട്ടിനെ കോൺഗ്രസ് എതിരിടേണ്ടി വരും. ഈ സർവ്വസജ്ജമായ പാർട്ടിനെ കോൺഗ്രസിന് എതിരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇങ്ങനെ ഒരു സമ്മേളനം കോൺഗ്രസിന് നടത്താനേ പറ്റില്ല. ഇന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഇതുപോലെ ഒരു സംസ്ഥാന സമ്മേളനം കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അതിപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് ആ സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ആ ശൈലിയുള്ള വലിയ രീതിയിലുള്ള ഒരു മെസ്സേജ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കും. ഒറ്റ കാര്യമുണ്ട്, സാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ഇടതുപക്ഷത്തോട് അടുപ്പിച്ച് നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഗ് ഇല്ലാതെ മുസ്ലിം ന്യൂനപക്ഷത്തെ എങ്ങനെ കൂടെ നിർത്താം എന്നുള്ളത്. ലീഗിന് വേണ്ട, അവർക്ക് ലീഗ് ഇല്ലാതെ എങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തെ കൊടുത്താൽ അതിന് അവർ അവർ എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ BJPയെ ശക്തമായി എതിർക്കുന്ന പാർട്ടി കേരളത്തിൽ CPM ആണ്, ഇടതുപക്ഷമാണ് എന്നുള്ളത് പിണറായി വിജയൻ തന്നെ മുന്നോട്ട് വെക്കുന്നു. അത് ലേഖനമായിട്ട് എഴുതുന്നു. അത് ഗോവിന്ദൻ മാഷ് സംസ്ഥാന മീഡിയ ബ്രീഫിങ്ങിൽ പറയുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നു. അതോടുകൂടി എന്ത് സംഭവിക്കും? കേരളത്തിൽ BJPയെ ശക്തമായി എതിർക്കുന്ന പാർട്ടി CPM ആയിരിക്കും. അതുപോലെ തന്നെ വികസനം കൊണ്ടുവരുന്ന പാർട്ടി CPM ആയിരിക്കും. ആതുര സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ജനങ്ങളെ വയോജനങ്ങളെ സപ്പോർട്ട് സംരക്ഷിക്കുന്ന വിധത്തിൽ മുന്നോട്ട് നിൽക്കുന്ന പാർട്ടി CPM ആയിരിക്കും. അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ആ നിരവധി പദ്ധതികൾ എന്ന് പറയുന്നത് പ്ലാനിങ് ഉണ്ട് ഇപ്പോൾ. കാരണം ഒരു നയരേഖ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത സംസ്ഥാന സമ്മേളനം വരെ എങ്ങനെ പാർട്ടിയെ കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള നയരേഖയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. അതൊരു പക്ഷേ ഓപ്പൺ ഡോക്യുമെന്റ് പോലും ആകാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ നവകേരള രേഖ ഓപ്പൺ ഡോക്യുമെന്റ് ആയിരുന്നില്ല. ഇപ്രാവശ്യം അതിലെ പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കൊണ്ടുവരും തന്നെയാണ്. അത് കൊണ്ടുവന്നാലേ ജനങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ നയം മാറുമ്പോൾ അത് അറിയിക്കേണ്ടത് ജനങ്ങളെയാണ്. കാരണം അത് പാർട്ടി നേതാക്കന്മാരും പാർട്ടി അണികളും മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ജനങ്ങളെ അറിയിക്കണം. അപ്പോൾ നയം മാറുന്ന കാര്യങ്ങൾ നിർബന്ധമായി പാർട്ടി അറിയിക്കും എന്നുള്ളതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്രാവശ്യം സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ പിണറായി വിജയൻ്റെ മൂന്നാം ടേം എങ്ങനെ മുന്നോട്ട് പിടിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു നയരേഖ മുന്നോട്ട് വെച്ചത് പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സുജയ, നയം മാറ്റമാണോ? നയംമാറ്റമാണ്. ഇതിനെ ഇപ്പോൾ മൂന്നാം ഭരണത്തിലേക്കുള്ള ഉറപ്പിച്ച മട്ടിലാണ് ആൻഡോ സാറും ഉണ്ണി സാറും ഒക്കെ സംസാരിച്ചത്. ഞാൻ കാണുന്നത് ഇതിനെ ഒരു അതിജീവന ബദലായിട്ടാണ്. കാരണം ഇത്തവണ പിടിച്ചു നിന്നേ പറ്റൂ, മൂന്നാം ഭരണത്തിലേക്ക് പിടിച്ചു നിന്നേ പറ്റൂ. അതിന് കൈവശമുള്ള വോട്ടുകളുടെ ഒരു ഡ്രെയിനേജ് ഓഫ് വോട്ട്സ് ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ്. വോട്ട് ചോർച്ച തടയുക എന്നതാണ് CPIMന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായി അവരുടെ മുന്നിലുള്ളത്. കാരണം പാർട്ടി തന്നെ ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിലടക്കം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നത്. നേരത്തെ പറഞ്ഞു പോകുന്നത് പോലെ കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ വോട്ട് ചോർന്നത്, അങ്ങനെയാണ് തൃശ്ശൂരിൽ BJP ജയിച്ചത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ എടുത്തു കാട്ടാനായി സാങ്കേതികമായി സുനിൽകുമാറിന് കിട്ടിയ വോട്ടുകളിൽ കൂടുതലുണ്ട് എന്ന് പറയുമ്പോഴും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ CPIMന്റെ വോട്ട് കൃത്യമായി പല പോക്കറ്റുകളിൽ നിന്ന് ഉറച്ചു നിന്നിരുന്ന വോട്ടുകൾ ചിതറിപ്പോയിട്ടുണ്ട് എന്നത് CPIMന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അവർ അത് പുറത്തേക്ക് എത്ര കണ്ട് സമ്മതിക്കുമെന്നറിയില്ല. പക്ഷേ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് CPIMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എന്നുള്ളത് ആറ്റിങ്ങൽ അടക്കം
അടക്കമുള്ള മണ്ഡലങ്ങളിൽ വളരെ വ്യക്തമാണ്. ആലപ്പുഴയിൽ അടക്കം വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനേക്കാൾ CPIM പോക്കറ്റ്സിലേക്കാണ് കൃത്യമായി BJP ഇൻറോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തിരിച്ചറിയുന്നു. ഒരു അതിജീവനം എന്ന് പറയുന്നത് ഒരു സർവൈവൽ മോഡൽ കോവിഡ് കാലത്ത് പ്രളയകാലത്ത് ഒക്കെ ഉണ്ടാക്കിയ ഒരു സർക്കാരാണ് ഇപ്പോൾ മൂന്നാം ടൈമിനായി ശ്രമിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ അവർക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരണോ അതോ CPIMന് തുടർഭരണമാണോ എളുപ്പമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക CPIMന് തുടർഭരണമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ എളുപ്പമെന്നാണ്. അതിന് ഞാൻ ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാം. ഇവിടെ ഇപ്പോൾ ഈ നയരേഖയിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വികസനമാണ്. വികസന കാഴ്ചപ്പാടിലാണ് നയരേഖയിൽ പ്രധാനമായും മാറ്റം വരുത്തുന്നത്. അതായത് സംസ്ഥാനത്തേക്ക് വികസനം കൊണ്ടുവരിക, ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വൻകിട വ്യവസായങ്ങളെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാറ്റമടക്കം ഈ ബദലിലുണ്ട് എന്നതാണ് നമുക്കതിനെ പൂർണ്ണരൂപം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വൻകിട സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായിട്ടുള്ള ഒരു പുതുവഴി നയരേഖയാണ് ഇത് എന്നതാണ് അവിടെ നടന്ന ഈ നയരേഖയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വൻകിട നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപ് കണ്ട ഒരു നയമാറ്റം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. അത് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിലാണ്. അതിൽ നേതാക്കളൊക്കെ പരസ്യമായി പറഞ്ഞ പ്രതികരണം എന്താണ്? ഇത് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മളിത് ചെയ്തില്ലെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് നിർബന്ധിതമായി ഇത് കൊണ്ടുവരും. അപ്പോൾ പിന്നെ നമുക്ക് ആ കാലത്തിനൊപ്പം പോയേ സാധ്യമാകൂ. അതാണ് ഞാൻ പറഞ്ഞ അതിജീവന ബദൽ. അതായത് കേന്ദ്ര സഹായം മുടങ്ങുന്നു എന്നുള്ള പല്ലവി അതുമാത്രം പാടിയിരുന്നത് കൊണ്ട് ഇനി കേരളത്തിൽ കാര്യമില്ല. കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണം. അതായത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുകയെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്തായാലും ഇടതുപക്ഷത്തിന്, CPIMന്, സർക്കാരിന് ചെയ്തേ മതിയാകൂ. അതിനായിട്ടുള്ളൊരു മാറ്റം ഉറപ്പായും ഉണ്ടാകും. ആ മാറ്റം എന്താണ് എന്ന് അണികളെ, അനുഭാവികളെയൊക്കെ കൺവിൻസ് ചെയ്യുന്നതിനായി ചർച്ചകളിലേക്കാണ്, ഗ്രൂപ്പ് ചർച്ചകളായാലും ഇപ്പോൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ ഊന്നിലുള്ള ചർച്ചകളിലായാലും അണികളെ കൂടുതൽ കൺവിൻസ് ചെയ്യുക. നമ്മൾ ഈ മാറ്റം എന്തിനാണ്, മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മാറ്റം എന്തിനാണ് എന്നുകൂടി പറയണമല്ലോ. നയം മാറി അല്ലെങ്കിൽ പാർട്ടി പരമ്പരാഗതമായി തുടർന്നു വന്ന ശൈലികളിൽ നിന്ന് മാറി എന്ന് മാധ്യമങ്ങളോ അല്ലെങ്കിൽ എതിർ പാർട്ടികളോ പ്രചരിപ്പിക്കുന്നതിനപ്പുറം സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ ആ പാർട്ടിക്ക് തന്നെ സാധിക്കണം. CPIM അത് കാലാകാലങ്ങളായി ചെയ്തു വന്നിട്ടുണ്ട്. അത് ഈ വിഷയത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നവകേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് നവകേരള സദസ്സാണല്ലോ. നവകേരള സദസ്സും ഇതുപോലെയുള്ള ഒരു നോവൽ അറ്റംപ്റ്റ് ആയിരുന്നു. രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചല്ല, നവകേരള സദസ്സ് എന്ന പരിപാടിയെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ണിസാറിന് നവകേരള സദസ്സ് എന്ന് കേട്ടപ്പോഴേ ചിരി വരുന്നു. അപ്പോൾ നവകേരള സദസ്സും ഇതുപോലെയുള്ള ഒരു നോവൽ അറ്റംപ്റ്റ് ആയിരുന്നു. കേരളം മുഴുവൻ ഒരു മന്ത്രിസഭ മുഴുവൻ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ നടന്ന രക്ഷാപ്രവർത്തനം അടക്കം നമ്മൾ കാര്യങ്ങൾ വിമർശിക്കുമ്പോഴും അതും ഒരു പരീക്ഷണമായിരുന്നു. ഈ സർക്കാരിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. ഇന്ന് ഇതുവരെ കേരളത്തിൽ മറ്റൊരു സർക്കാരും ചെയ്യാത്ത ഒരു പരീക്ഷണമായിരുന്നു. അത് നവകേരള സദസ്സ് എന്നാണ് അതിന് പേരിട്ടത്. അതായത് നവകേരളത്തിനായിട്ടുള്ള ഒരു ബദൽ രൂപീകരിക്കുന്നതിന്, നവകേരളം സൃഷ്ടിക്കുന്നതിന് മുൻപായി നാട്ടിലുള്ള ജനങ്ങളുടെയൊക്കെ പരാതികളൊക്കെ കൃത്യമായി പരിഹരിക്കുന്നതിന്, അതിന് വേഗത്തിലുള്ള പരിഹാരം ഉറപ്പാക്കുന്നതിന് അതൊക്കെയായിരുന്നു അന്ന് ലക്ഷ്യമിട്ടത്. അതിൻ്റെ പൂർത്തീകരണം പാതി വഴി പോലും എത്തിയില്ല എന്നത് ഒരു വസ്തുതയാണ്. എങ്കിൽ പോലും ആ ഒരു പരിശ്രമത്തെ നമ്മൾ മാനിക്കണമല്ലോ. ഒരു പരിശ്രമം നടത്തി നോക്കി. അതുപോലെ ഇപ്പോൾ ഈ നവകേരള നയരേഖയിലൂടെ കൂടുതൽ വികസന സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ കൂടുതലായി വരുമ്പോഴാണല്ലോ സംസ്ഥാനം മെച്ചപ്പെടുക. അപ്പോൾ സംസ്ഥാനത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ അടക്കം മെച്ചപ്പെടുത്താൻ കഴിയുന്ന, പുതിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന വൻകിട കമ്പനികളെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അദാനി, അംബാനിയൊക്കെ ഇനി ഉണ്ണിസാറിനൊക്കെ വിമർശിക്കാൻ പറ്റുമോ? കാരണം ഇടത് സർക്കാരൊക്കെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരുന്നു കഴിയുമ്പോൾ ഇടത് സർക്കാരിൻ്റെ സ്വന്തം അദാനിയും അംബാനിയും ആകുമല്ലോ. മോദിയുടെ മാത്രമല്ലാതാകും. പിണറായി വിജയൻ്റെയും അദാനിയും അംബാനിയും ഒക്കെയായി മാറും. അപ്പോൾ ആ രീതിയിൽ വൻകിട കമ്പനികൾ അല്ലെങ്കിൽ വൻകിട ഗ്രൂപ്പുകളൊക്കെ കേരളത്തിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു നയരേഖയാണെങ്കിൽ നമ്മളതിനെ സ്വാഗതം ചെയ്യണം. എന്തിനാണ് കേരളം മാത്രം പുറംതിരിഞ്ഞ് നിൽക്കുന്നത്? വികസനം വരട്ടെ, നമ്മുടെ നാടും പുരോഗമിക്കട്ടെ. അതെ, നമ്മുടെ നാടും പുരോഗമിക്കട്ടെ. എന്തായാലും വിഴിഞ്ഞത്തൊക്കെ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ കേരളം മുഴുവനുള്ള പദ്ധതികളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്വാധീനമൊക്കെ വരുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ FDI അടക്കം കൊണ്ടുവരുന്നതിനെ പറ്റി അതിനൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കേണ്ടതില്ല, കാലത്തിനൊപ്പം ഓടുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ എന്തായാലും ഈ നമ്മുടെ ജെൻസി കഴിഞ്ഞ ജെൻ ആൽഫയിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. 2010 ശേഷമുള്ള കുട്ടികളെ ജെൻ ആൽഫ എന്നാണ് പറയുന്നത്. അപ്പോൾ ജെൻ ആൽഫയാണ് ഇനി ഇടതുപക്ഷത്തേക്ക് വരേണ്ട പുതിയ വോട്ടേഴ്സ്. ആ വോട്ടേഴ്സിന് കൂടി ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ട്, നമ്മൾ നാട് കടന്ന് വിദേശത്തേക്ക് പോകേണ്ടവരില്ല, നാട്ടിൽ നിന്നാലും നമുക്ക് രക്ഷപ്പെടാം എന്ന ഒരു തോന്നൽ പുതിയ വോട്ടർമാരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതും CPIMന് വേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മധ്യവയസ്സിലേക്ക് എത്തിയവർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരാണ് CPIMന്റെ കേഡർ വോട്ടായി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാക്കി താഴേക്കുള്ള വോട്ടേഴ്സിൽ നിന്നാണ് BJPയിലേക്കായാലും കുറേയൊക്കെ കോൺഗ്രസിലേക്കായാലും ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ വോട്ടേഴ്സിനെ, അതുപോലെ തന്നെ ഇനി വോട്ടവകാശം കിട്ടാൻ പോകുന്ന, ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ 18 പൂർത്തിയായ കുട്ടികളടക്കമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആകർഷിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ട്, നമ്മുടെ നാടും പുരോഗമിക്കുന്നുണ്ട്, ഇവിടെയും വികസനമുണ്ട്, ഇതത്ര മോശം സ്ഥലമല്ല, ഇവിടെ തന്നെ നമുക്ക് ജോലി ചെയ്ത് തുടരാം, അങ്ങനെയൊക്കെയുള്ള തൊഴിലവസരങ്ങളടക്കം ഇവിടെ സൃഷ്ടിക്കപ്പെടണം, വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാകണം. സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലും ആ ടേക്ക് തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ നല്ല രീതിയിലുള്ള പശ്ചാത്തല സൗകര്യമുള്ള യൂണിവേഴ്സിറ്റീസ് വന്നാലല്ലേ ഇവിടെ കുട്ടികൾ നിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പുറത്തേക്ക് പോകും. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകൾ ഇതുപോലെ വിദേശ സർവകലാശാലകളടക്കം വന്ന് നല്ല രീതിയിൽ അധ്യയനം നടത്തുന്നുണ്ട്. അവിടെ പോയി പഠിക്കാമെന്ന് കുട്ടികൾ തീരുമാനിക്കുന്നത് പോലെ.
അപ്പോൾ വ്യവസായ യൂണിറ്റുകൾ അടക്കം ഇവിടേക്ക് കൂടുതൽ വരിക എന്നതാണ്. ഇനി ഈ സംഘടനാ രീതികളിലെ മാറ്റം അത് സംബന്ധിച്ചുള്ള സൂചന പ്രവർത്തന റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു തുറന്ന വിമർശനമായി നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞുപോയ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൽ ഈ സഹകരണ ബാങ്ക് ക്രമക്കേടും ഇടം പിടിച്ചിട്ടുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിൽ സഹകരണ ബാങ്ക് ക്രമക്കേടും ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കരുവന്നൂർ അടക്കമുള്ള ക്രമക്കേടുകളുടെ പശ്ചാത്തലം, അതുപോലെ വായ്പ എടുത്തിട്ട് സഖാക്കൾ തിരിച്ചടയ്ക്കാത്തത് വലിയ രീതിയിൽ ബാങ്കുകളെ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതൊക്കെ ഒരു സ്വയം വിമർശനമായിട്ടാണ് കാണേണ്ടത്. കോടികളുടെ ബാധ്യതയെപ്പറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാണ് ഞാൻ നമ്മുടെ കൊല്ലം സമ്മേളന റിപ്പോർട്ടേഴ്സിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പ്രൗഢി, ആ മുഖ്യമന്ത്രിയുടെ പ്രൗഢി എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ പ്രൗഢി എന്നത് തന്നെയാണ് ഇനി അങ്ങോട്ട് മൂന്നാം ടേമിലേക്ക് ലക്ഷ്യമിട്ട് പോകുമ്പോൾ CPIഎമ്മിനുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപ്റ്റനാണ്, ക്യാപ്റ്റൻ ഇസ് ദ ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 2018 തൃശ്ശൂർ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൗഢിയോടെ ആദ്യം പിണറായി വിജയൻ എത്തുന്നത്. 2022 എറണാകുളത്തും വരുന്നു. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി 3 വട്ടം മുഖ്യമന്ത്രിയുടെ പ്രൗഢിയോടെ സംസ്ഥാന സമ്മേളനം അറ്റൻഡ് ചെയ്യുകയാണ് പിണറായി വിജയൻ. സോ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. ഈ സമ്മേളനത്തിലും പിണറായി വിജയൻ തന്നെ അവതരിപ്പിക്കുന്ന നയരേഖ, ആ നയരേഖയിൽ ഊന്നിയുള്ള ചർച്ചകൾ, പിണറായി വിജയന്റെ 3ാം ടേം, പിണറായി 3.0 എന്നതിനെ സെൻറ്റർ ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അതിന്റെ കൾമിനേഷൻ നമുക്ക് 9th കാണാനും സാധിക്കും. അപ്പോൾ 3ാമത്തെ സർക്കാർ വന്നാൽ ഉണ്ടാകേണ്ട കേരള ബദൽ, അതാണ് ഈ നയരേഖയിൽ തുടങ്ങി ഇനി അങ്ങോട്ടുള്ള ചർച്ചകളിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതിലിപ്പോൾ കോൺഗ്രസിനെതിരായ, സംഘപരിവാറിനെതിരായ വിമർശനങ്ങൾ 2 ദിവസമായി എഴുതിയ ലേഖനം അത് ഈ സമ്മേളന കാലത്ത് പ്രസിദ്ധീകരിക്കുന്നതും ഇതിനൊക്കെയുള്ള ഒരു തുടക്കമിടൽ കൂടിയാണ്. കാരണം കൂടുതൽ ആളുകളിലേക്ക് ചർച്ചയായി ഇത് എത്തണം. അപ്പോൾ ഈ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ ബദൽ രൂപീകരിക്കാൻ പോകുന്നത്, പിണറായി 3.0 എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന ഒരു പ്രതീതി മാധ്യമങ്ങൾക്ക്, പ്രതിപക്ഷത്തിന്, സ്വന്തം അണികൾക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ, പ്രതികരണങ്ങളിലൂടെ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. പ്രതികരിച്ച എല്ലാ മന്ത്രിമാരും അടുത്ത സർക്കാർ ഇതാ വരുന്നു എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ 3ാം ബദലിനായിട്ടുള്ള ഒരു നയരേഖയാണ് എന്തായാലും, അല്ലെങ്കിൽ 3ാം സർക്കാരിനായിട്ടുള്ള ഒരു നയരേഖ തന്നെയാണ് എന്തായാലും അവതരിപ്പിച്ചിരിക്കുന്നത്. എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് ഇനി അങ്ങോട്ട് കളത്തിലിറങ്ങി പണിയെടുക്കുന്നത് പോലെയായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നയം മാറുകയാണ്. ആ മാറ്റത്തിൽ നമ്മൾ കുറ്റം പറയേണ്ടതില്ല, എന്തിനും ഏതിനും കുറ്റം പറയേണ്ടതില്ല. ആ നയം മാറ്റം കൊണ്ട് സംസ്ഥാനത്തിന് നല്ലതാണെങ്കിൽ നയം മാറട്ടെ. ഒരു പാർട്ടി എന്നാൽ ഒരേ നയത്തിൽ ഒരുപാട് കാലം തുടരുക എന്ന് പറയുന്നത് CPIഎമ്മിന്റെ നിലവിലത്തെ സാഹചര്യത്തിൽ നടക്കുന്ന ഒന്നല്ല. അപ്പോൾ അവർ മാറുകയാണെങ്കിൽ മാറ്റിക്കോട്ടെ. തീർച്ചയായിട്ടും നയം മാറിയേ മതിയാകൂ എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ ആ നയം മാറ്റം ഒരു പൊടുന്നനെയുള്ള നയം മാറ്റമല്ല എന്നതാണ് എൻ്റെ ടേക്ക്. 1956 ജൂൺ മാസത്തിലാണ് EMS നമ്പൂതിരിപ്പാട് ഒരു നയരേഖ ഇതിനു മുമ്പ് അവതരിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 തവണ മാത്രമാണ് പാർട്ടി സമ്മേളനങ്ങളോട് അനുബന്ധിച്ച് നയരേഖകൾ അവതരിപ്പിച്ചിട്ടുള്ളൂ. അത് 1956 ജൂൺ മാസത്തിൽ EMS നമ്പൂതിരിപ്പാട് അവതരിപ്പിച്ചതും മറ്റൊന്ന് 2022 എറണാകുളത്ത് പിണറായി വിജയൻ അവതരിപ്പിച്ചതുമായ രാഷ്ട്രീയ നയരേഖകളാണ്. 1956 EMS ഈ നയരേഖ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പേര് പുതിയ കേരളം പടുത്തുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ എന്നായിരുന്നു. പക്ഷേ അത് CPI ആയിരുന്നു, CPM ആയിരുന്നില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ കേരളത്തെ പടുത്തുയർത്താനുള്ള കമ്മ്യൂണിസ്റ്റ് നിർദ്ദേശങ്ങൾ എന്ന പേരിൽ വരുന്നത്. പിന്നീട് 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, അതേ നയരേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ 2022 അവതരിപ്പിച്ച നയരേഖയിലും കാണുന്നത്. നോക്കൂ, കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് കേരളത്തിലെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ സർക്കാർ തിരിച്ചറിയുന്നത് ഇപ്പോഴല്ല, അത് 2016 മുതൽ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത് പൊടുന്നനെയുള്ള നയമാറ്റമല്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനകത്തൊരു രാഷ്ട്രീയ നയമാറ്റമുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ എന്താണ് ലീഗിനോട് സ്വീകരിച്ചിരുന്ന നിലപാട്? അത് ലീഗിനോട് സ്വീകരിച്ചിരുന്ന പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ മതേതര പാർട്ടിയായ ലീഗുമായി ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്യുന്നതിന് തെറ്റില്ല എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലീഗിനെ ഒരു രാഷ്ട്രീയ സഖ്യകക്ഷിയായി സ്വീകരിക്കുമോ എന്ന വലിയ ചർച്ച കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു വന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഗോവിന്ദമാഷ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ലീഗുമായി ഒരു ചർച്ചയ്ക്കും ഇപ്പോൾ ഞങ്ങളില്ല എന്ന് തന്നെയാണെന്ന് പറയുന്നത് മാത്രവുമല്ല, ലീഗ് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ നീക്കം ലീഗിനെയും കോൺഗ്രസിനെയും UDFിനെയും വേരുകൾ അടർത്തി മാറ്റും, അടിത്തറ തകർത്ത് കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മതരാഷ്ട്രവാദികളുമായി ലീഗിൻ്റെ അനുകൂലികളെ അല്ലെങ്കിൽ അണികളെ കൂട്ടിക്കെട്ടുമ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ മതേതര മനുഷ്യരെ നിങ്ങൾ വർഗീയവാദികളാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്ന വളരെ ഗൗരവമേറിയ
ഒരു വിമർശനം ഇന്ന് പാർട്ടി നടത്തിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ ഒരു ലൈനാണ്. ഈ പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എടുത്തിരിക്കുന്ന CAA-യുമായി ബന്ധപ്പെട്ട് നടത്തിയ മുത്തലാഖുമായി ബന്ധപ്പെട്ട് നടത്തിയ പാർട്ടിയുടെ നീക്കങ്ങളിൽ നിന്നുള്ള ഒരു നയം മാറ്റമാണ്, ഒരു പൊളിറ്റിക്കൽ ലൈനിൻ്റെ ചേഞ്ചാണ് എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റം ഒരു പുതിയ മാറ്റമേ അല്ല എന്നതാണ് എൻ്റെ ടേക്ക്. കാരണം എന്താ, ഇത് 2016 മുതൽ പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ചർച്ചയ്ക്ക് വേണ്ടിയെങ്കിലും പറയുന്നു, 1998 അന്നത്തെ വലിയ വിഭാഗീയതയുടെ 95 അന്നത്തെ 30 വർഷത്തിന് മുമ്പുള്ള കൊല്ലം സമ്മേളനത്തിലെ വിഭാഗീയതയുടെ നാമ്പന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അന്ന് സ്വീകരിക്കേണ്ടിയിരുന്ന പാർട്ടി ലൈനാണ് 2022 സ്വീകരിച്ചത് എന്നാണ് എൻ്റെ പക്ഷം. ഒരുപക്ഷെ VS-ഉം പിണറായിയും തമ്മിലുള്ള വിഭാഗീയത വലിയ ചർച്ചയായി കേരളത്തിൽ മാറിയില്ലായിരുന്നെങ്കിൽ പിണറായി ചടയം ഗോവിന്ദന് ശേഷം എത്തുന്ന പാർട്ടി സമ്മേളനം മുതൽ തന്നെ പാർട്ടി ലൈൻ സ്വീകരിക്കപ്പെടുമായിരുന്നു. കാര്യം പിണറായി വിജയൻ നേരത്തെ ലാവലിൻ്റെ കാര്യം പറഞ്ഞു, കേരളത്തിൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഏക സാധ്യതയാണ്, അല്ലെങ്കിൽ അതേ ഉള്ളൂ ഒരു സാധ്യത എന്ന് തിരിച്ചറിഞ്ഞ ഒരു നേതാവാണ്. അതേസമയം തന്നെ ഇത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് പാർട്ടിയുടെ ലൈൻ? ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടി അടിസ്ഥാന വർഗത്തെയും മധ്യവർഗത്തെയും ഒരേപോലെ, ഇടത്തരം വിഭാഗത്തെയും ഒരേപോലെയാണ് അവരുടെ വോട്ട് ബാങ്കായിട്ട് കണക്കാക്കുന്നത്. അടിസ്ഥാന വർഗത്തെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പശ്ചാത്തല വികസനവും പൊതുമേഖലയുടെ ശാക്തീകരണവും നിർവഹിച്ചു കഴിഞ്ഞു എന്ന് പാർട്ടിയുടെ ഒരു എക്കണോമിക് ലൈൻ ഉണ്ട്. ആ സാമ്പത്തിക ലൈൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഇപ്പോൾ രണ്ടാമത് ആ അടിസ്ഥാന സൗകര്യ വികസനവും വൻകിട നിക്ഷേപവും സ്വീകരിക്കുന്നത് അടിസ്ഥാന വർഗത്തിന് താല്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് എന്ന ലൈനിലേക്ക് വരുന്നത്. അതൊരു പൊടുന്നനെയുണ്ടായ മാറ്റമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിവിടെ അസന്റ് കേരളയെക്കുറിച്ച് ചർച്ച ചെയ്തില്ലേ? അസന്റ് കേരള വരുന്നത് എന്നാ? അസന്റ് കേരള വരുന്നത് കോവിഡിന് മുമ്പല്ലേ? അസന്റ് കേരള വരുന്നതിന് ശേഷമല്ലേ പിണറായി രണ്ടാമത്തെ നയരേഖ കൊണ്ടുവരുന്നത്? അസന്റ് കേരളയുടെ ലക്ഷ്യം തന്നെ എന്താണോ ജിമ്മും എന്താണോ എമർജിംഗ് കേരളയും ലക്ഷ്യമിട്ടിരുന്നത്, അതേ ലൈനിലൂടെ തന്നെ വിദേശ മൂലധന നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരിക, അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവരിക. അതുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ ഏതെങ്കിലും തരത്തിലൊരു പൊടുന്നനെയുള്ള നയമാറ്റം പാർട്ടിക്കുണ്ടായതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ രാഷ്ട്രീയ ലൈനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ ഒരു കോൺഫിഡൻസ് ആണ്. പാർട്ടി ഇന്നിപ്പോൾ പറയുന്നത്, എം വി ഗോവിന്ദ മാഷ് പറയുന്നുണ്ട്, ന്യൂനപക്ഷ മേഖലകളിൽ ലീഗിന് ശക്തിയുള്ള മേഖലകളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വലിയ മേധാവിത്വം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് 2021 വോട്ട് ബാങ്കിൻ്റെ കണക്ക് വെച്ചുകൊണ്ടാണ്. 2024 ലോക്സഭയുടെ കണക്കാണെങ്കിൽ തിരിച്ചാണ് പറയേണ്ടത്. അവിടെ പൂർണ്ണമായിട്ടും പാർട്ടി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. മാത്രമല്ല, വളരെ കൃത്യമായി പാർട്ടി ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടില്ലേ? നവഫാസിസവുമായി ബന്ധപ്പെട്ട ചർച്ച, അത് പ്രതിപക്ഷ നേതാവാണ് തുടങ്ങി വെച്ചതെങ്കിലും അതിന് പിന്നിലൊരു രാഷ്ട്രീയ കൗതുകമില്ലേ? എന്താണ് നവഫാസിസത്തിൻ്റെ ലക്ഷണങ്ങളോട് കൂടിയ പാർട്ടിയാണ് BJP എന്ന് പറയാനുള്ള കാരണം? ഫാസിസത്തിൻ്റെ ലക്ഷണമെന്നോ ഫാസിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടിയെന്നോ ആണ് പറയുക. ഫാസിസം ഉണ്ടെന്ന് പറയുന്നില്ല. ഇത് BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന നിലപാടെടുത്താൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ എതിർ നിർത്തിക്കൊണ്ട് കേരളത്തിൽ CPM രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഫാസിസ്റ്റ് ലൈനാണ് സ്വീകരിക്കുന്നതെങ്കിൽ BJP തന്നെയാണ് മുഖ്യശത്രുവാവുക. പക്ഷേ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനല്ല. അതുകൊണ്ടാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി നടത്തിയ ബ്രീഫിങ്ങിൽ ഏറിയ പങ്കും കോൺഗ്രസിനെയും ലീഗിനെയും കടന്നാക്രമിക്കാനാണ് ചെലവഴിച്ചിരിക്കുന്നത്. അതേസമയം BJP-യെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ തങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു കോൺഗ്രസ് ആണ് എന്നും അതേസമയം തന്നെ കേന്ദ്രത്തിൽ ഇത് BJP ആണ് എന്നുള്ളത് 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ കരട് രാഷ്ട്രീയ രേഖയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദുത്വ കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരെ ഒരു കേരള ബദൽ, ഒരു ഇടതുപക്ഷ ബദൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ഇന്ന് പ്രകാശ് കാരാട്ട് പ്രസംഗിച്ചത്. അതിന് കേരളം ഒരു ഉദാഹരണമാണ് എന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞു വെച്ചത്. പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗത്തിലുടനീളം കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കൊണ്ടുവരുന്ന രാഷ്ട്രീയ നേട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതൊരു ബദലായി മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദുത്വത്തിൻ്റെ ബദലായി മാറുന്നു, കോർപ്പറേറ്റിസത്തിൻ്റെ ബദലായിട്ട് മാറുന്നു. ഹിന്ദുത്വവും കോർപ്പറേറ്റിസവും ചേർന്ന് കണ്ണി ചേരുമ്പോൾ അതിന് കേരളം ഒരു രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധം സൃഷ്ടിക്കുകയാണെന്നും അങ്ങനെ തീർക്കുന്നത് കൊണ്ട് തന്നെ അടിസ്ഥാന വിഭാഗത്തെയും അതേസമയം തന്നെ അടിസ്ഥാന സൗകര്യത്തെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് കേരളം ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ദിശാസൂചികയായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വന്നാൽ ഒരു രാഷ്ട്രീയ ലൈനിലെ മാറ്റം വളരെ പൊടുന്നനെയുണ്ടാവുന്നു. എന്നാൽ അതേസമയം തന്നെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ എന്താണോ അസന്റ് കേരളം മുന്നോട്ട് വെച്ചത്, ഒന്നാം പിണറായി സർക്കാർ മുന്നോട്ട് വെച്ചത്, അതാദ്യം പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു, വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു, പരമ്പരാഗത മേഖലകളെ നിങ്ങൾ പരമാവധി ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. റോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പണം നൽകാത്ത സാഹചര്യത്തിൽ കിഫ്ബി എന്ന് പറയുന്ന ഒരാശയം മുന്നോട്ട് കൊണ്ടുവന്നു. എന്തിനേറെ കിഫ്ബി എന്ന് പറയുന്ന മസാല ബോണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂ ലിബറൽ
ആയിട്ടുള്ളൊരു ആശയമല്ലേ. ആ മസാല ബോണ്ട് എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം വലിയൊരു മാറ്റം പാർട്ടിയുടെ ഏതെങ്കിലും നയരേഖയിൽ വേണോ? മസാല ബോണ്ട് ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചതിനേക്കാൾ വലിയ സാമ്പത്തിക മാറ്റമൊന്നും പാർട്ടി ഒരു നയരേഖയിലും പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിൻ്റെ പുതുവഴികളിനകത്ത് എന്തെങ്കിലും പ്രത്യേകമായ വലിയ സാമ്പത്തിക മാറ്റമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ വൈജ്ഞാനിക സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചില പദ്ധതികൾ ഈ പുതുരേഖയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നവകേരളത്തിൻ്റെ പുതുവഴികൾ ടൂറിസം മേഖലയാണെങ്കിലും ശരി, വിദ്യാഭ്യാസ മേഖലയാണ്, വൈജ്ഞാനിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിട്ടായിരിക്കും അതിൽ കണക്കാക്കപ്പെടുക എന്നുള്ളതാണ്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിടാൻ പാർട്ടി തീരുമാനിക്കുന്നു. ഒന്ന്, ലീഗുമായും കോൺഗ്രസുമായും ഇത്തവണ ഒരു രാഷ്ട്രീയ സഖ്യത്തിനും പാർട്ടിയില്ല, അഥവാ ലീഗുമായി വിശിഷ്യ ഒരു രാഷ്ട്രീയ സഖ്യത്തിനുമില്ല. കേരളത്തിലെ നമ്പർ 1 ശത്രു കോൺഗ്രസ് ആണ്. BJP എതിരിടണമെങ്കിൽ അതിന് കോൺഗ്രസിന് കരുത്തില്ല, പകരം കേരളത്തിൽ CPM മാത്രമേ കരുത്തുള്ളൂ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമതായി പറഞ്ഞു വയ്ക്കുന്നത് നേരത്തെ കാസയുടെ കാര്യമടക്കം. കാസയെക്കുറിച്ച് പറയുന്നത് RSSന്റെ ഉൽപ്പന്നമാണ് കാസ എന്നാണ്. മുസ്ലിം വിരുദ്ധതയിലൂന്നി RSS സൃഷ്ടിച്ചെടുക്കുന്ന ഉൽപ്പന്നമാണ് കാസ എന്നാണ്. അങ്ങനെ പറയുന്നതോടുകൂടി ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു ശക്തമായ രണ്ട് കാര്യങ്ങളും യോജിപ്പിച്ചാണ് പറയുന്നത്. ഒന്ന്, BJP എതിരിടാൻ കോൺഗ്രസ് അശക്തമാണ്. രണ്ട്, കോൺഗ്രസും ലീഗും ചേർന്ന് നടത്തുന്ന മതരാഷ്ട്രവാദികളോടുള്ള ഈ സഖ്യം കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടിനെ വർഗീയമാക്കി മാറ്റുന്നു. എന്നിട്ട് പറഞ്ഞു വയ്ക്കുന്നു കാസ എന്നുള്ളത് ഒരു RSSന്റെ ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതോടുകൂടി ഏതെങ്കിലും തരത്തിൽ RSSനെ BJPയെ പ്രതിരോധിക്കണമെങ്കിൽ, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി BJPയെ പ്രതിരോധിക്കണമെങ്കിൽ കേരളത്തിൽ CPM തന്നെയാണ് ഏറ്റവും ശക്തമായ ബദൽ എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നത്. പാർട്ടി സെക്രട്ടറി ഉപയോഗിച്ച വാക്ക് തന്നെ അങ്ങനെയാണ്. ഏറ്റവും ശക്തമായ ബദൽ എന്നുള്ളത് CPM ആണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ക്രിസ്തീയ വോട്ടുകളും മുസ്ലിം വോട്ടുകളും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മാത്രം കുത്തകയല്ല എന്നൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് വയ്ക്കുന്നത്. അവിടെ ആകട്ടെ ലീഗിൻ്റെ സഖ്യമില്ലാതെ മറ്റൊരു സഖ്യങ്ങളുമില്ലാതെ CPMന് അത് ഒറ്റയ്ക്ക് നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞു വയ്ക്കുന്നു. സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ കേരളം വികസനം, ഒരു ബദൽ വികസനം കേരളത്തിൽ എന്ന് പറയുന്ന ടാഗ്ലൈനോട് കൂടിയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ഈ രേഖ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നയം മാറുന്നോ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.